അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുബൈ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ, തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നാട്ടിലെ വരും തലമുറയ്ക്ക് കൂടി ലഭിക്കണം, നാട്ടിലെ ജനങ്ങൾ കൂടി അനുഭവവേദ്യമാകണം എന്ന ആ ഉൾക്കാഴ്ച അതെത്ര പ്രകീർത്തിച്ചാലും നമുക്ക് മതിയാവില്ല. എന്റെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ നല്ലവരായി വരണം, നല്ല രീതിയിൽ അവർക്ക് ജീവിതസാധ്യത ഉണ്ടാകുന്നതിന് വേണ്ടി അവരുടെ മക്കൾക്ക് സഹായം കൊടുക്കുക, ചെയ്യുക, കഴിയുന്നത് ചെയ്യുക എന്നതല്ലേ ഈ മനസ്സിന്റെ ഈ സഹായങ്ങൾ നൽകുന്നതിന്റെ അടിത്തറ. ആ അടിത്തറയിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു വരുന്നു ദുബൈ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ. ഈ സ്കൂളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണമറ്റതാണ്. എന്റെ നോവലുള്ള ചില കാര്യങ്ങൾ പറയാം. മൊഗ്രാനിലെ കുട്ടികൾക്ക് കുടിക്കാൻ കുടിവെള്ളമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദുബൈ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. നമുക്ക് ഒരു പമ്പ് സെറ്റ്, അതോടൊപ്പം തന്നെ ടാങ്ക്, അതിൽ നിന്ന് വാട്ടർ സപ്ലൈ ലഭ്യമാകുന്ന എല്ലാ സജ്ജീകരണങ്ങളും ചെയ്താണ് ആ വർഷം അവർ കടന്നിയത്. അതിന്റെ ഗുണഭോക്താക്കൾ ഇന്നും നിങ്ങൾ ഉൾപ്പെടെയുള്ളത്. കമ്പ്യൂട്ടർ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കിയപ്പോൾ അതിനാവശ്യമായ ക്ലാസ് മുറികൾ തയ്യാറാക്കി കൊടുക്കുക എന്ന ചുമതല PTA ഭാഗത്തേക്ക് വന്നു. നമ്മുടെ PTA അത്ര വലിയൊരു ഭാര്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ സഹായത്തിനായി ദുബൈ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ ആണ് രംഗത്ത് വന്നത്. ഒരു ക്ലാസ് മുറി അന്ന് 1 ലക്ഷം രൂപയാണ് ഒരു ക്ലാസ് മുറി നിർമ്മാണത്തിന്. ഇന്നത് 4-5 ലക്ഷം രൂപയായി മാറുന്നു. ആ 1 ലക്ഷം രൂപ കൊടുത്ത് ഒരു ക്ലാസ് മുറി നിർമ്മിച്ച് നമുക്ക് തന്നു. ആ ക്ലാസ് മുറിയാണ് ആദ്യത്തെ നമ്മുടെ കമ്പ്യൂട്ടർ ലാബായിട്ട് ഉപയോഗിച്ചത്. തുടർന്ന് ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന ലാബിലെ ടൈൽസ് വാങ്ങി വളരെ മനോഹരമാക്കി തന്നതും മറ്റാരുമല്ല തന്നെയാണ്. ലൈബ്രറി റൂമില് മോടി പിടിപ്പിക്കുന്നതോടൊപ്പം തന്നെ വൃത്തിയായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അതിന്റെ ഫ്ലോറിംഗ് ശരിയാക്കി തന്നു. കൂടാതെ എല്ലാ വർഷവും ഈ സ്കൂളിൽ നിന്ന് മികച്ച വിജയത്തിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്യുന്ന കാര്യത്തിലും ദുബൈ മുസ്ലിം ഫ്രണ്ട്സ് അസോസിയേഷൻ മുമ്പിൽ തന്നെയാണ്. എല്ലാ വർഷവും 15,000 രൂപ വീതമുള്ള പുസ്തകങ്ങൾ, നോട്ട്ബുക്കുകൾ കുട്ടികൾക്ക് സാധുക്കളായ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു പോരുന്നു. ഒരു വർഷം സ്കൂളിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് മുഴുവൻ പേർക്കും യൂണിഫോം വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ 7 പ്രവർത്തനങ്ങളിൽ അസോസിയേഷൻ ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഗവർണർ മാസ്റ്റർ നിങ്ങൾക്ക് വിവരിച്ച് തരികയും ഞങ്ങൾക്കേതായ ചെറിയ ചെറിയ സഹായങ്ങൾ സ്കൂളിന് വളരെ ഉപകാരമായി എന്ന് പറഞ്ഞ് കേട്ടതിൽ വളരെ സന്തോഷിക്കുന്നു. കൂടാതെ ഇവിടെ ഞങ്ങൾ 10-30 വർഷമായി സ്കൂളിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സഹായിക്കുകയും കയറ്റവാടുകളും നാം സംഘടിക്കുകയും ചെയ്യുന്നത്. ഒന്നാമതായി ഈ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളിൽ മിക്കവരും ഇതേ സ്കൂളിൽ പഠിച്ചവരാണ്. ഇതേ സ്കൂളിൽ നിന്ന് അവരുടെ വിദ്യാഭ്യാസങ്ങൾ നേടി വിദേശത്ത് പോയവരാണ്. അതുകൊണ്ട് അവർ ഈ സ്കൂളിൽ എന്ന് ഓർമ്മിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഭാവിയിൽ ഇവിടെ നിന്ന് പഠിച്ചുപോയി ഉയർന്ന വിദ്യാഭ്യാസം നേടി ഉയർന്ന പ്രവർത്തനങ്ങളിലും ഉയർന്ന ജോലിയിലും പ്രവേശിക്കാൻ എന്നും ഞങ്ങളെപ്പോലെ ഞങ്ങളിലും ഉപരിയായി നിങ്ങൾ ഈ സ്കൂളിനെ മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഈ ദേശവാണിന്റെ കൂടെ തന്നെ ഞങ്ങൾ മദ്രസയിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും
എല്ലാ കുട്ടികൾക്കും കേശവാട് വിതരണം. അന്നു മുതൽക്ക് ഇതിന്റെ കൂടെ തന്നെ ചെയ്യാറുണ്ട്. മതപഠനത്തിന് ഒരു പ്രചോദനവും